മുസ്ലിമുകളെ ആരെങ്കിലും ഇന്ന് മാപ്പിള എന്ന് വിളിക്കാറുണ്ടോ? മാപ്പിള എന്ന് വിളിച്ചാൽ ഇപ്പോൾ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. അതൊരു അപമാനിക്കൽ പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പണ്ട് ഈ വിളി വ്യാപകമായിരുന്നു. മുസ്ലിങ്ങളെ മാത്രമല്ല കേട്ടോ, കേരളത്തിൽ വന്നിട്ടുള്ള വിദേശ മതത്തിൽപ്പെട്ട യഹൂദന്മാരെ, ക്രൈസ്തവരെ, മുസ്ലിമുകളെ എല്ലാം വിളിച്ചിരുന്ന പേരാണ് മാപ്പിള എന്നത്. പിന്നീട് ഈ മാപ്പിള എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗങ്ങളുടെ വെളിപ്പേരായി മാറി. മാപ്പിള ലഹള എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. 1921 തുർക്കിയിലെ ഖലീഫ വീണതിൻ്റെ പേരിൽ ഇന്ത്യയിലെ കേരളത്തിലെ മലബാറിലെ പാവപ്പെട്ട ഹിന്ദുക്കളെ കൊലവിളിച്ചതിൻ്റെ പേരാണ് മാപ്പിള ലഹള. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വരുന്നത് മാപ്പിള എന്ന പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, മുസ്ലിങ്ങളുടെ കേരളത്തിലെ പൊതുവെയുള്ള വിളിപ്പേര് മാപ്പിള അല്ലെങ്കിലും കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകളും മാപ്പിളമാരാണ് എന്ന് കണ്ടിട്ടാണ് കേരളത്തിൽ മുസ്ലിമുകൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ, തൊഴിലിൻ്റെ കാര്യത്തിൽ 12% സംവരണം കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ മുസ്ലിമുകളും മാപ്പിളമാരാണ് എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മാപ്പിളയാണോ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കത്തില്ല. ഇതാണ് വൈരുദ്ധ്യം. അപ്പോൾ കേരളത്തിലെ മുസ്ലിമുകൾക്ക് മതത്തിൻ്റെ പേരിൽ മതപരമായിട്ട് മതം നോക്കിയിട്ട് ഒരിക്കലും സംവരണം കൊടുക്കാൻ പാടില്ല. ഭരണഘടനയിൽ സംവരണത്തിൻ്റെ വ്യവസ്ഥ തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കിയതാണ് സംവരണം. അത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഹിന്ദു സമുദായത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സംവരണം. പക്ഷേ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും 12% വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ 100 സീറ്റുണ്ടെങ്കിൽ 12 സീറ്റ് മുസ്ലിങ്ങൾക്ക് കിട്ടും. ജോലിയുടെ കാര്യത്തിൽ 100 ഒഴിവുണ്ടെങ്കിൽ 12 മുസ്ലിമുകൾക്ക് കിട്ടും. 100ൽ 12 എന്ന് കരുതരുത്. 50% കൂടുതൽ സംവരണം പാടില്ല. 50% ജനറൽ കോട്ടയാണ്. 50%ൽ 12 എന്ന് പറയുമ്പോൾ അത് 100ൽ 24 തുല്യമാണ്. അങ്ങനത്തെ സംവരണം കിട്ടുന്നു. ഇങ്ങനെ സംവരണം കൊടുക്കാൻ വ്യവസ്ഥയില്ല ഭരണഘടന അനുസരിച്ച്. പിന്നെ എങ്ങനെയാണ് കിട്ടിയത്? അത് ഒരു വലിയ ചതിയാണ്. പാലോളി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകളും മാപ്പിളമാരാണ് എന്ന് പറഞ്ഞങ്ങ് എഴുതി വെച്ചു. പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നൊരു വിവരം, ഇത് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ അറിയാതെ പറഞ്ഞുപോയി. മനോരമയ്ക്ക് പണ്ട് പറ്റിയല്ലോ, ഒരുത്തൻ ഈ അജ്മൽ എന്നോ മറ്റോ പേരുള്ള ഒരുത്തൻ വയനാട്ടിൽ നിന്ന് പാറ്റാ സമരത്തിന് പോയിട്ട് അവൻ പറഞ്ഞ വീഡിയോ മനോരമ ന്യൂസ് കാണിച്ചു. ഞാനിത് ഖുറാൻ വായിച്ചിട്ട് വന്നതാണ്. ഖുറാനിൽ പറയുന്നുണ്ട് പാറ്റകളുടെ രൂപത്തിൽ ഒരു ജീവി വരും, എന്നിട്ട് ഭരണകൂടത്തെ വീഴ്ത്തും. അത് വന്നിരിക്കുന്നു. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പോലെ പാറ്റകൾ സമരം ചെയ്യുന്നത് നരേന്ദ്രമോദിയെ വീഴിക്കാനാണ് എന്ന് പറഞ്ഞ് ഒരുത്തൻ പോയത് മനോരമ TV കാണിച്ചു. പിന്നീട് ആ വീഡിയോ അവർ പിൻവലിച്ചു. കാരണം പാറ്റാ സമരത്തെ പിന്തുണയ്ക്കുന്നത് ഇവിടുത്തെ ജിഹാദികളാണ്, ഇസ്ലാമിസ്റ്റുകളാണ് എന്ന് പറയാതെ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് ക്ഷീണം വന്നതുകൊണ്ട് ഒരുപാട് പേർ പറഞ്ഞു കേട്ടോ, മനോരമ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനകത്ത് മതപരമായ താല്പര്യമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സംഘികൾക്ക് വലിയ ബലം വരും. അങ്ങനെയാണ് മനോരമയിലെ ഷാനി പണ്ട് പറഞ്ഞില്ലേ, അതായത് നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ, ഞങ്ങളത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞാൽ ഇവിടെ സംഘപരിവാറിന് ശക്തി ഉണ്ടാകും എന്നതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഞങ്ങൾ പറയുന്നില്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പരസ്യമായി പ്രസംഗിച്ചത് ഷാനി എന്ന് പറയുന്ന മനോരമയിലെ ഒരു മാധ്യമ പ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെ ഈ മനോരമ അറിയാതെ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. മാപ്പിളമാർ കേരളത്തിൽ 40 തരമുണ്ട്. മാപ്പിള എന്ന് പറയുന്ന ഒരു ജാതിയെപ്പോലും വിളിപ്പേര് പോലും ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങൾ 40 തരം മാപ്പിളമാരുണ്ടെന്ന്. ഇതെങ്ങനെ സംഭവിച്ചതെന്നറിയോ? 2011 സെൻസസ് നടക്കുമ്പോൾ കോളം മാപ്പിള എന്ന് ജാതിയുടെ കോളത്തിൽ എഴുതേണ്ടി വന്നു. എല്ലാവരും എഴുതണം, മാപ്പിളമാർ മാത്രമല്ല, ജാതി എഴുതണം. ഇപ്പോഴത്തെ സെൻസസിലും 2011 പോലെ ജാതി ചോദിക്കുന്ന കോളം വെച്ചിട്ടുണ്ട്. അതങ്ങനെ ജാതി ചോദിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് വേണം ചെയ്യാനെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നുണ്ട്. 2011 കോൺഗ്രസിൻ്റെ കാലത്ത് ചെയ്തത് ഇതുപോലെ തന്നെയാണ്. അവർ ചെയ്യുമ്പോൾ അത് ബർമുഡ, നരേന്ദ്രമോദി ചെയ്യുമ്പോൾ വള്ളിക്കളസം എന്ന് പറയുന്നത് പോലെ 2011 ഇവർ എന്ത് ചെയ്തു? ഒരു ജാതിക്കോളം വെച്ചു. ജാതിക്കോളം കേരളത്തിലെ ആളുകൾ പൂരിപ്പിച്ചപ്പോൾ, ജാതി എന്താണെന്ന് മുസ്ലിങ്ങൾ ചോദിച്ചപ്പോൾ അവർ മാപ്പിള എന്ന് പറഞ്ഞു. അതൊരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. കാരണം നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സംവരണം കേരളത്തിൽ മുഴുവൻ കിട്ടണമല്ലോ, എല്ലാ മുസ്ലിമിനും കിട്ടണമല്ലോ. അതുകൊണ്ട് മാപ്പിള എന്ന് എഴുതണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പലരും എഴുതിയത് പലതരത്തിലാണ്. മാപ്പിള MAPPILA എന്ന് എഴുതിയവരുണ്ട്, MAPPILLA എന്ന് എഴുതിയവരുണ്ട്,
ഇനി MOPLAH എന്നെഴുതിയവരുണ്ട്, MOPLA എന്നെഴുതിയവരുണ്ട്, MAPILLAI എന്നെഴുതിയവരുണ്ട്, പിന്നെ ജോനക മാപ്പിള എന്നെഴുതിയവരുണ്ട്. ജോനക മാപ്പിള കേട്ടിട്ടില്ലേ? അറ്റുമണം മേലെ ഉണ്ണിയാർച്ച. ആ വടക്കപ്പാട്ടിൽ ഉണ്ണിയാർച്ച പൂരത്തിന് പോയപ്പോൾ ജോനക തെരുവിൽ വന്നപ്പോൾ ജോനക പിള്ളേർ ഉണ്ണിയാർച്ചയെ തടഞ്ഞു. അപ്പോൾ ഉണ്ണിയാർച്ച ഉറുമിയെടുത്ത് വീശി അവന്മാരെയൊക്കെ ഓടിച്ചു. ആരാണ് ജോനകർ എന്ന് മനസ്സിലായല്ലോ. ജോനക മാപ്പിള, ജോനക MAPPILA. ഇനി അത് തന്നെ CHONAKA MAPILLA എന്നെഴുതി. പിന്നെ വേറെയുണ്ട് MAPPILLAI എന്നെഴുതി, പിന്നെ MAPLA എന്നെഴുതി. ഇങ്ങനെ 40 തരത്തിൽ എഴുതി വെച്ചു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താണെന്നറിയോ? കേരളത്തിലെ മുസ്ലിങ്ങളിൽ 40 ജാതികളുണ്ട് എന്ന് ധരിപ്പിക്കാൻ പറ്റി. 40 ജാതികൾ. അക്ഷരത്തെറ്റ് വന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ വളരെ കൃത്യമായി മാപ്പിള എന്നതിൻ്റെ ഒരൊറ്റ സ്പെല്ലിങ് മഹല്ലിന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾ മാപ്പിള എന്ന് പറയണം, മാപ്പിള എന്ന് എഴുതുമ്പോൾ ഇന്ന പോലെ എഴുതണം എന്നു പറയാതെ വ്യത്യസ്തമായ തരത്തിൽ 40 തരത്തിൽ എഴുതിയത് മനഃപൂർവ്വമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് മുസ്ലിങ്ങളിൽ 40 തരം മാപ്പിളമാരുണ്ട് എന്ന് രേഖ വന്നു. അതുകൊണ്ട് എന്താ, കേരളത്തിലെ എല്ലാ മുസ്ലിമുകൾക്കും സംവരണം കിട്ടി. കേരളത്തിലെ എല്ലാ മുസ്ലിമുകളും ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് എന്ന് വന്നപ്പോൾ കേരളത്തിൽ ബ്ലാങ്കറ്റായിട്ട് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി. ഇതുകൂടാതെ OBC ലിസ്റ്റിൽ കേരളത്തിൽ മുസ്ലിം ഓർ മാപ്പിള എന്നാണ് വരേണ്ടത്. എഴുതിയിരിക്കുന്നത് മുസ്ലിം ഓർ മാപ്പിള ഇൻക്ലൂഡിങ് തുർക്കർ അല്ലെങ്കിൽ തുർക്കൻ ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്ട്. അപ്പോൾ കേരളത്തിൽ OBC ലിസ്റ്റിൽ വരുന്നത് മുസ്ലിം അഥവാ മാപ്പിള അല്ലെങ്കിൽ തുർക്കർ അല്ലെങ്കിൽ തുർക്കൻ, കാസർഗോഡ് ജില്ലയിലെ തുർക്കൻ അല്ലെങ്കിൽ തുർക്കർ എന്ന് പറയുന്നവരും കൂടെ OBC പട്ടികയിൽ വരുമെന്ന് കേരളത്തിലെ വ്യവസ്ഥ എങ്ങനെയാണ്. അതിൻ്റെ കൂടെയാണ് ഈ മാപ്പിള എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാപ്പിള എന്ന് പറയുന്നത്, ജോനക മാപ്പിള എന്ന് പറയുന്നത് ഉൾപ്പെടെ 40 ജാതികളുണ്ട് എന്ന് വരുന്ന തരത്തിൽ ഇത് എഴുതി ചേർക്കപ്പെട്ടത്. ഇതിപ്പോൾ പറയുന്നത് അത് അക്ഷരത്തെറ്റ് കൊണ്ട് സംഭവിച്ചതാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ. അക്ഷരത്തെറ്റ് കൊണ്ട് വ്യാപകമായി മാപ്പിള എന്നാണ് എഴുതേണ്ടതെങ്കിൽ എന്തുകൊണ്ട് അത് യൂണിഫോം ആയില്ല? അത്ര വിദ്യാഭ്യാസമില്ലാത്തവരാണോ? സെൻസസിന് ചെല്ലുന്നവർക്ക് അറിയില്ലേ? സെൻസസിന് ചെല്ലുന്നവർ അക്ഷരാഭ്യാസം ഇല്ലാത്തവരല്ലോ. സെൻസസ് എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരാരാ? ഇപ്പോൾ സെൻസസ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അടുത്ത് സെൻസസിൻ്റെ വിവരങ്ങൾ ചോദിച്ചു വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് കൃത്യമായി ഡിറക്ഷൻസ് ഉണ്ട്. ഏതെല്ലാം ജാതി, ഈ ജാതികളുടെ ലിസ്റ്റ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 2011 സെൻസസിൽ മാപ്പിള എന്നത് 40 തരത്തിൽ എഴുതിയത്? മാപ്പിളമാർ കേരളത്തിൽ കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാടാണ് യഥാർത്ഥത്തിൽ മാപ്പിളമാരുള്ളത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തെ മുസ്ലിങ്ങളോ? അവർ മാപ്പിളമാരല്ല. മാപ്പിളയിൽ തന്നെ തങ്ങൾ, സയ്യിദ് വിഭാഗം, തങ്ങളമാരൊക്കെ സയ്യിദാണ്. അറബി, മലബാറി എന്ന് പറയുന്നവരാണ് സാധാരണ മാപ്പിള. പുസ്ലർ എന്ന് പറഞ്ഞാൽ മീൻപിടുത്തക്കാർ, ഈ പരിവർത്തിത മതം മാറി വന്നവരൊക്കെ ഈ പുസ്ലർ വിഭാഗത്തിൽ വരും. ഒസാൻ, ബാർബർ, മുസ്ലിങ്ങളിലെ ബാർബർമാരെ ഒസാൻ എന്നാണ് വിളിക്കുന്നത്. പരിവർത്തിതരാണ്. ഈ ഒസാൻമാരുടെ ഒരു കഥയുണ്ട്. ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ പുതൂർ പള്ളിയിൽ ഒരു കേസുണ്ടായി. പള്ളി കമ്മിറ്റിയുടെ യോഗം ചെയ്യുകയാണ്. അവിടെ ഒസാൻ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ചെന്നിട്ട് ആ യോഗത്തിൽ പങ്കെടുത്ത് മിനിറ്റ്സിൽ ഒപ്പിട്ടു. പള്ളി കമ്മിറ്റിക്കാർ സമ്മതിച്ചില്ല. നീയൊക്കെ യോഗത്തിന് വന്നത് പോരാ, മിനിറ്റ്സിൽ ഒപ്പിടുന്നോ? നിന്നെ ഒന്നും കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെതിരെ അവർ വഖഫ് ട്രിബ്യൂണലിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് ജാതി ഇല്ല എന്ന് പറയും. അങ്ങനെയുണ്ട്. മുസ്ലിങ്ങൾക്ക് ജാതി ഇല്ലാത്തതുകൊണ്ടാണല്ലോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഷിയകളെ കൂട്ടത്തോടെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാപ്പിള എന്ന് പറഞ്ഞാൽ നേരത്തെ OBC ലിസ്റ്റ് പ്രകാരം കേരളത്തിലെ മുസ്ലിം ഓർ മാപ്പിള ഓർ കാസർഗോഡ് തുർക്കർ അല്ലെങ്കിൽ തുർക്കൻ എന്ന് പറയുന്ന വിഭാഗങ്ങളാണ് സംവരണത്തിന് അർഹതപ്പെട്ടത്. മാപ്പിളമാർ കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറത്തും പാലക്കാടുമാണ് യഥാർത്ഥത്തിലുള്ളവർ. തിരുക്കൊച്ചി ഭാഗത്തുള്ളവരെ മാപ്പിള എന്ന് പൊതുവിൽ വിളിക്കാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന 5 ജില്ലകളിൽ മാത്രമേ ഉള്ളുവെങ്കിൽ കേരളത്തിലെ ബാക്കി 9 ജില്ലകളിലെ മുസ്ലിമുകൾ എങ്ങനെയാണ് മാപ്പിളമാർ എന്ന വിഭാഗത്തിൽപ്പെട്ടത്? അപ്പോൾ അതിൻ്റെ ഭാഗമായി
ഈ ജാതി സെൻസസിൻ്റെ ഭാഗമായി ചോദിക്കുമ്പോൾ കേരളത്തിൽ പരക്കെ മാപ്പിള എന്ന് എന്യൂമറേഷൻ്റെ സമയത്ത് എഴുതി ചേർത്തതാണോ? അങ്ങനെ ഒരു സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇത് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകൾക്കും സംവരണം കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോയി എന്നത് വ്യക്തമാണ്. അപ്പോൾ ഏതായാലും ഈ കേരളത്തിൻ്റെ ഒരു പാറ്റേൺ ഇടതാണെങ്കിലും വലതാണെങ്കിലും ഭരിക്കുന്ന ആരാണെങ്കിലും മുസ്ലിമുകളെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുക എന്നതാണ്. അങ്ങനെ വന്നിട്ട് കേരളത്തിൽ ഈ മുസ്ലിമുകളെക്കാൾ പ്രാധാന്യമുണ്ടായിരുന്ന, പ്രാമുഖ്യമുണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന സമുദായം ക്രൈസ്തവരായിരുന്നു. ക്രൈസ്തവ സഭയിൽ പോയി തെരഞ്ഞെടുപ്പിന് മുമ്പ് ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും കൈയും കാലും ഒക്കെ മുത്താത്ത ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാറി. തെരഞ്ഞെടുപ്പ് സമയത്ത് ആരും പോണില്ല. ബിഷപ്പുമാർക്ക് പറഞ്ഞാൽ കേൾക്കുന്ന കുഞ്ഞാടുകളുടെ എണ്ണം കേരളത്തിൽ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെ നിർണായക ശക്തിയായി മുസ്ലിമുകൾ മാറിയിരിക്കുന്നു. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പ്രബലരായ ഒരു രാഷ്ട്രീയ നേതാവ് പോലും കേരളത്തിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്ന, തലയെടുപ്പുള്ള, ഒരു ലൈറ്റ് ഹൗസ് പോലെ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉമ്മൻചാണ്ടിക്ക് ശേഷം ക്രൈസ്തവർക്കില്ലാതായിരിക്കുന്നു. പി സി ജോർജിനെയൊക്കെ ആ സ്ഥാനത്ത് വെക്കാവുന്നതായിരുന്നു. പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യാനി ഈ പറഞ്ഞതുപോലെ BJP തൊട്ടുകൂടാ ഉള്ളതുകൊണ്ട് അവർ ജോർജിനെ ഒന്നും അംഗീകരിക്കുന്നില്ല. ആരുണ്ട് പിന്നെ? അതുകൊണ്ട് അവരുടെ സ്ഥാനത്തേക്ക് കൂടി മുസ്ലിമുകൾ കയറി വന്നു. അങ്ങനെ അവർ വളരെ പ്രബലരായി. കേരളത്തിൽ ക്രിസ്ത്യാനികളിലെ ലത്തീൻ കത്തോലിക്കർക്ക് മാത്രമാണ് സംവരണത്തിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നത്. അവർക്കും കൊടുത്തു കേട്ടോ, ഒരു ചെറിയ വിഭാഗത്തിന്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോക്ക വിഭാഗങ്ങൾ കൂടി സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനികളിലെ പാവങ്ങൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ തൊഴിലന്വേഷകർക്ക് ജോലിയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനമോ അല്പമെങ്കിലും കിട്ടുന്നത്. പക്ഷേ കേരളത്തിലെ പുതിയ സെൻസസിൻ്റെ ഭാഗമായി ജാതി, കേരളത്തിലല്ല ഇന്ത്യയിലെല്ലാം എമ്പാടും നടക്കുകയാണ്, കേരളത്തിൽ ഇപ്പോൾ സെൻസസിൻ്റെ ഭാഗമായി ജാതി കൂടി ചോദിക്കാനുള്ള തീരുമാനം വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ എതിർക്കുകയാണ്. അല്ല, അങ്ങനെ ജാതി ചോദിക്കാൻ പാടില്ല. അപ്പോൾ 11-ൽ എന്താ നിങ്ങൾ ചെയ്തത്? 11-ൽ ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ അറിയാം ആർക്കാണ് ഗുണമുണ്ടായത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാപ്പിളമാർ 40ഓളം ജാതികളായി നിശ്ചയിക്കപ്പെട്ടത് എന്നത് ഉത്തരവാദപ്പെട്ട ആളുകൾ, ഭരണാധികാരികൾ, രാഷ്ട്രീയക്കാർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ആലോചിച്ച് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. അത് കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകൾക്കും സംവരണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ സ്കാമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇതാരും പറയില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ത്യ ലൈവ് പറയുന്നു, നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഇനിയിപ്പോൾ നേരത്തെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് 5 ജില്ലകളിലുള്ളവരുടെ സംവരണം 9 ജില്ലകളിലുള്ള ആളുകൾക്ക് കൂടി അധികമായി കിട്ടി. നന്നായിരിക്കട്ടെ. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.